ഹായ് എവ്രിവൺ. അപ്പൊ ഇന്ന് നമ്മള് ഗുഡ്സ് എടുക്കാൻ പോകുന്ന ഒരു ഡേ ആട്ടോ. സ്റ്റോക്ക് വരുന്ന ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിവാട് ഒരു കുട്ടി സോങ് ആയിട്ടായിക്കോട്ടെ. അപ്പം നമ്മുടെ സ്റ്റോക്ക് വരുന്ന ഡേ ആണ്. അപ്പം ഞാനും ചേട്ടായും കൂടി നിവായും കൂടി സ്റ്റോക്ക് എടുക്കാനായിട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കില്ലേ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ ധാരാളം സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മഴയാട്ടോ. ഞാൻ ഈ പോകുന്ന റോഡിൻ്റെ രണ്ട് വശവും കാടാണ്. കാടും മലയൊക്കെ താണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കട്ടപ്പന വരുമ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോരുന്ന സമയത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട്, വെട്ടിക്കുഴിക്കവല പള്ളി. ഒത്തിരി പേര് ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടോ. അന്തോണീസ് പുണ്യാളച്ചൻ്റെ പേരിലുള്ള പള്ളിയാണ്. എനിക്കും ഇവിടെ കയറി പ്രാർത്ഥിക്കുകയും എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. അപ്പം ഞാൻ വരുന്ന ദിവസമാണെങ്കിൽ ഞാൻ മിക്കവാറും തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ നേർച്ചയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോവാറുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ കുമ്പസാരിക്കാനൊക്കെ വരുന്നതും ഈ ഒരു പള്ളിയിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് എടുക്കാനായിട്ട് പോവാണ്. ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരുന്ന സ്റ്റോക്ക് ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് കയറ്റി വരേണ്ട സ്റ്റോക്കാട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിവായ്ക്കൊരു ടോയ് വേണമെന്നും പറഞ്ഞ് ചേട്ടായി നിവായും കൂടെ ടോയ് തപ്പാനായിട്ട് പോയി. കുട്ടികളുടെ ടോയ്സ് എത്ര വെറൈറ്റി ആലേ. ഓരോ തവണയും നമ്മളിങ്ങനെ കയറും തോറും പല പല വെറൈറ്റി ടോയ്സാണ്. അപ്പോൾ ഈ തവണ കുറേ സമയത്തെ റിസർച്ചിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഇപ്പം ചേട്ടായിയും നിവായും കൂടി ചൂസ് ചെയ്തിരിക്കുന്നത് വണ്ടിയാട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ, ലോഡൊക്കെ കയറ്റി നമ്മൾ തിരിച്ചു തരാണ്. ഈ ഒരു വണ്ടിയാണ് അവർ പുതിയ ടോയ് ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് സ്റ്റോക്ക് ഇറക്കുന്നതും ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, കുറേ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകളും എന്താ പറയുക, പുറത്തുനിന്നുള്ള ആളുകളാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില ചില ഇഷ്യൂസൊക്കെ വരാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും സ്റ്റോക്കൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നിവായ്ക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് അവളുടെ വണ്ടി ഇത്തവണ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അവൾ ഫുൾ ടൈം ആ ഒരു വണ്ടിയിലാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ യാത്രയെന്ന് പറഞ്ഞാൽ മഴയും കൂടെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, നിവായ്ക്ക് ടോയും കൂടെ കിട്ടിയതുകൊണ്ട് അവൾ അലമ്പുണ്ടാക്കാതെ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. സ്റ്റോക്കൊക്കെ എടുത്ത് പോന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്രോളും വണ്ടിക്ക് അടിച്ചാലല്ലേ വണ്ടി ഓടുള്ളൂ. സോ ഒന്ന് പെട്രോൾ അടിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത്. 1.5 മണിക്കൂർ ട്രാവലിംഗ് കൊണ്ട് സ്റ്റോക്ക് എടുക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട്. വണ്ടി ഇഷ്ടമായി ഇനി വായിക്ക്? സൂപ്പറാണോ? ഇനി എന്നാട്ടോ വേണ്ടത് അടുത്തത്? നമുക്ക് വണ്ടി ഓടിച്ച് പോകണോ അല്ലേ? അതെ. നിവ ഇവിടെ എന്ത് കഴിക്കാനാ വന്നേക്കുന്നേ? എന്തിനിവ? നമ്മൾ മിക്കവാറും കോമൺ ആയിട്ട് മന്തി ഫാൻസ് ആട്ടോ. ചേട്ടായി ബീഫിൻ്റെ റിബ് മന്തിയാണ് ബുക്ക് ചെയ്തത്. ഞാൻ പെരി പെരി മന്തി ഫാനാണ്. അപ്പം നമ്മൾ അതൊക്കെ ബുക്ക് ചെയ്തു. എല്ലാം പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഫുഡായിരുന്നു. വിശക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു. നമുക്ക് ടൈമിൻ്റെയും പ്രശ്നമുണ്ട്. ചേട്ടായിക്ക് പോന്നിട്ട് വേണം ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിവായ്ക്ക് മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല പെരുമഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത് ശരിക്കും പേടിക്കണം. രണ്ട് സൈഡും കാടുണ്ട്, മരങ്ങൾ വീണ് കിടക്കാം. ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഒരു മരം റോഡിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ആടി ആടി കിടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ട്രാവലിങ്. അപ്പോൾ എല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മഴ തോരാനായിട്ട് ഇത്തിരി സമയം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബണ്ടിലെല്ലാം പാക്ക് ചെയ്ത് കണ്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വിടാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ കറണ്ടും ഉണ്ടാവില്ല. പകുതി സമയവും ഒരു കാറ്റ് വന്നാൽ ഇവിടുത്തെ കറണ്ടും പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും എന്താ പറയുക ശ്രദ്ധിച്ച് എല്ലാം ചെയ്ത് വരണം. ഭയങ്കര എന്താ പറയുക സ്പീഡിലാണ് പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.